ലൈഫ് ഇസ് എ റേസ്. പലപ്പോഴും നമ്മളത് കേട്ടിട്ടുണ്ട്. മത്സരം മത്സരം മത്സരം. ജീവിതം ഒരു മത്സരമാണ്. ആര്, ആരോട്, എന്തിന് എന്നുള്ള ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. പക്ഷേ ജീവിതം ഒരു മത്സരമാണ്, ഒരിക്കലും തീരാത്ത മത്സരം. അച്ഛനമ്മമാരോട് മക്കൾ മത്സരിക്കുമ്പോൾ, മക്കളോട് അവരുടെ മക്കൾ മത്സരിക്കുമ്പോൾ, മറ്റ് മൃഗങ്ങളോടും ജന്തുക്കളോടും മനുഷ്യൻ മത്സരിക്കുമ്പോൾ, അങ്ങനെ മത്സരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്താവും അവസാനം? ഈ കഥയിൽ മനുഷ്യനും ദൈവവും തമ്മിലാണ് മത്സരം. മനുഷ്യനും ദൈവവും. മത്സരിക്കുന്നതും നീയെ, മത്സരിപ്പിക്കുന്നതും നീയെ, ജയിക്കുന്നതും നീയെ, തോൽക്കുന്നതും നീയെ, തോൽപ്പിക്കുന്നതും നീയെ. കേൾക്കാത്ത കഥ 11 കേട്ടു നോക്കൂ. അന്നും ഇന്നും എന്നുമുള്ള ഒരു പ്രകൃതി നിയമം അനുസരിച്ച് വളർച്ചയുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളും മക്കളും തമ്മിൽ മത്സരിക്കാൻ തുടങ്ങും. കടുത്ത മത്സരത്തിനൊടുവിൽ സ്വയം ഒരു അമ്മയോ അച്ഛനോ ആവുമ്പോഴല്ലാതെ അവർ മക്കൾ സമ്മതിക്കില്ല. സകല ജീവജാലങ്ങളിലുമുള്ള ഒരു സ്വഭാവമാണിത്. അതുകൊണ്ട് പ്രകൃതി നിയമം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ ജീവിത ശൈലിയാക്കി മാറ്റി. മറ്റു മൃഗങ്ങളെ പോലെയല്ല മനുഷ്യൻ എന്താ, കൊമ്പുണ്ടോ? കൊമ്പില്ല, പക്ഷേ അഹങ്കാരം അത് കുറച്ചധികമുണ്ടല്ലോ. അതാണ് മനുഷ്യന്റെ കൊമ്പ്. അതിനു മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? മനുഷ്യൻ ഭൂമിയിൽ വന്നതിനു ശേഷം അവൻ ഓരോ ജീവികളായും മത്സരവും യുദ്ധവും കുറിച്ച് ഓരോന്നിനെയും തോൽപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സ്വയം സങ്കല്പിക്കുന്നതാണ് കേട്ടോ, അല്ലാതെ ഗപ്പൊന്നും ഈ മത്സരത്തിന് കിട്ടിയിട്ടില്ല. അങ്ങനെ അനന്തമായ മത്സരമാണ് ജീവിതമെന്ന് വരെ സമർത്ഥിച്ചു. ഇപ്പൊ മത്സരിച്ച് ദൈവത്തിനോടും മത്സരം തുടങ്ങി. സ്വയം താൻ തന്നെയാണ് ഈശ്വരൻ എന്ന് വരെ പറഞ്ഞു തുടങ്ങി. അതിനുള്ള കാരണങ്ങൾ സ്വന്തം കണ്ടുപിടുത്തങ്ങൾ വെച്ച് സ്വയം അനുഭവിച്ച് കാണിക്കുന്നു. മത്സരമുറുകി ദൈവം സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളും മനുഷ്യൻ കൂടുതൽ ഭംഗിയോടെ ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ ദൈവത്തിനെ പരസ്യമായി വെല്ലുവിളിച്ച് വിലസുന്ന സമയത്ത് ഒരു ദിവസം ദൈവം സ്വയം അവന്റെ മുന്നിൽ വന്നു. ആർട്ടിഫിഷ്യൽ കോസ്മോസ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ മനുഷ്യൻ. ദൈവം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒട്ടും മൈൻഡ് ചെയ്യാതെ അവന്റെ പണികൾ തുടർന്നുകൊണ്ടിരുന്നു. എല്ലാം വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്ന ദൈവം ചെറിയ ഒരു ചിരിയോടെ മനുഷ്യനോട് ചോദിച്ചു, എന്താ ഇപ്പോഴത്തെ പുതിയ പരിപാടി? ഒരു ചെറുപുച്ഛത്തോടെ മനുഷ്യൻ തിരിഞ്ഞു നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കാളും പെർഫെക്റ്റ് ഷേപ്പും ഫിനിഷിങ്ങുമായി ഞാനൊരു ലോകം ഉണ്ടാക്കി കാണിച്ചു തരാം, കണ്ടോളൂ. ദൈവം ആകാംക്ഷയോടെ ചോദിച്ചു, അതെയോ, എങ്ങനെ? മനുഷ്യൻ ദൈവത്തിനോട് മുഖത്തു നോക്കി പറഞ്ഞു, ഉദാഹരണത്തിന് നിങ്ങൾ എന്തുണ്ടാക്കിയാലും ഞാൻ അതിലും നന്നാക്കി ഉണ്ടാക്കി കാണിച്ചു തരാം, നോക്കണോ? ദൈവം ഒരു ചെറു ചിരിയോടെ സമ്മതിച്ചു. എന്നിട്ട് കുറച്ച് കളിമണ്ണെടുത്ത് ഒരു കുടമുണ്ടാക്കി, ഒരു പാത്രമുണ്ടാക്കി, എന്നിട്ട് മനുഷ്യന് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടതും മനുഷ്യൻ ഉടനെ കളിമണ്ണ് കുഴച്ച് വളരെ പെട്ടെന്ന് തന്നെ മൺകുടവും പാത്രങ്ങളും അതിമനോഹരമായി ഉണ്ടാക്കി. എന്നിട്ട് ദൈവത്തിനോട് പറഞ്ഞു, ഇത് നോക്ക്, ഞാൻ ഉണ്ടാക്കിയത് എത്ര പെർഫെക്റ്റ് ഫിനിഷിംഗ്, പെർഫെക്റ്റ് ഷേപ്പ്. ദൈവം നോക്കിയപ്പോൾ ശരിയാണ്. ഉള്ളുകൊണ്ട് മനുഷ്യന്റെ കഴിവിൽ സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാണ്, നീ ഉണ്ടാക്കിയതൊക്കെ വളരെ എന്റെ ഇതിലും ഭംഗിയുള്ളത് തന്നെ. പക്ഷേ ഇത്രേ പറഞ്ഞപ്പോഴേക്കും മനുഷ്യൻ ചോദിച്ചു, എന്ത് പക്ഷേ? നിങ്ങളെക്കാൾ നന്നായി സൃഷ്ടി കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും. അതിന്റെ വ്യക്തമായ തെളിവാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് സൃഷ്ടാവ്, ദൈവം, ഈശ്വരൻ എന്നുള്ള പട്ടങ്ങളൊന്നും നിങ്ങൾക്കല്ല, എനിക്ക് മനുഷ്യനാണ് കിട്ടേണ്ടത്. എന്താ, തോൽവി സമ്മതിച്ചോ? ഇത് കേട്ട ദൈവം ഒട്ടും ചിന്തിക്കാതെ തന്നെ മറുപടി പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. ദൈവം എന്നുള്ള പേര് നിനക്ക് ഞാൻ തരാൻ തയ്യാറാണ്. പക്ഷേ എന്റെ എന്നത്തെയും ഒരു സംശയം ഇന്നും ബാക്കി നിൽക്കുക. അതിന് നിനക്ക് ഉത്തരം തരാൻ കഴിയുമെങ്കിൽ നിന്നെ ഞാൻ ദൈവമായി പ്രഖ്യാപിക്കാം. ഉടനെ അഹങ്കാരമൂത്ത മനുഷ്യൻ വളരെ ധൃതിയോടെ ചോദിച്ചു, നിങ്ങൾക്കും ഉത്തരം കിട്ടാത്ത ചോദ്യമോ? എങ്കിൽ അതൊന്ന് ചോദിക്കേ, ഞാൻ ഇപ്പൊ തന്നെ ഉത്തരം പറഞ്ഞു തരാം. ഉത്തരം തന്നാൽ പിന്നെ ദൈവം ഞാനാണ്, പിന്നെ കണകുണ എന്ന് പറയരുത്. ദൈവം തന്റെ സാധാരണമായ ചെറു ചിരിയോടെ സമ്മതിച്ചു. എന്നിട്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി, ഞാൻ ഉണ്ടാക്കിയ കുടവും പാത്രങ്ങളും നീ ഉണ്ടാക്കിയ അത്രയ്ക്ക് പെർഫെക്ഷനും ഫിനിഷിങ്ങും ഇല്ലെങ്കിലും അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച റോ മെറ്റീരിയൽ, അതായത് കളിമണ്ണ്, വെള്ളം എന്നിവയൊക്കെ എന്റെയാണ്. നീ പാത്രങ്ങൾ ഉണ്ടാക്കിയതും എന്റെ റോ മെറ്റീരിയൽസ് വെച്ചാ. നിനക്ക് സ്വന്തം റോ മെറ്റീരിയൽസ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ ജയിക്കുന്നത്?
ഇത് കേട്ടതും മനുഷ്യൻ തൽക്കാലം തോൽവി സമ്മതിച്ചു. എന്നിട്ട് അവന്റെ അടുത്ത പണികളിൽ മുഴുകി. വർഷങ്ങൾ കടന്നുപോയി. ഈ മനുഷ്യന്റെ സമയം ഏകദേശം തീർന്നു തുടങ്ങി. യമദേവൻ അവനെ കൊണ്ടുപോകാൻ വന്നു. തന്റെ അതിബുദ്ധി കൊണ്ട് മനുഷ്യൻ യമദേവനെ പറ്റിക്കാൻ ഒരു പ്ലാൻ ഇട്ടു. എന്നിട്ട് സ്വന്തം രൂപത്തിൽ ഒരുപാട് റോബോട്ടുകളെ ഉണ്ടാക്കി. അല്പം പോലും വ്യത്യാസമില്ലാത്തതുകൊണ്ട് യമദേവൻ വന്നിട്ട് തോറ്റ് തിരിച്ചു പോകും എന്നുള്ള പ്ലാൻ അവൻ ഉണ്ടാക്കി. വിചാരിച്ച പോലെ കയറുമായി യമദേവൻ എത്തി. ശരിക്കും യമദേവൻ കുഴഞ്ഞുപോയി. ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്ന് തിരിച്ചറിയാതെ ആകെ കുഴഞ്ഞ യമദേവൻ മനുഷ്യനെ തിരിച്ചറിയാൻ എന്താണ് മാർഗമെന്ന് ദൈവത്തിനോട് ചോദിച്ചു. ദൈവം സാധാരണ പോലെ ഒരു ചെറുചിരിയോടെ പറഞ്ഞു, മനുഷ്യൻ എത്രയൊക്കെ വളർന്നാലും ഒരിക്കലും അവന്റെ അഹങ്കാരം വിടില്ല. അതുകൊണ്ട് ആ പോയിന്റിൽ നോക്കി പിടിച്ചാൽ മതി. യമദേവന് കാര്യം മനസ്സിലായി. നേരെ ചെന്ന് ഓരോന്നായ റോബോട്ടുകളെ നോക്കി. ഇടയിൽ ഒറിജിനൽ മനുഷ്യൻ ഇരിപ്പുണ്ട് എന്ന് അറിയാം. പക്ഷേ അവനെ പുറത്തു ചാടിക്കാനുള്ള വഴിയുമായിട്ടാണ് ഇപ്പോൾ വന്നത്. ഓരോ റോബോട്ടുകളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഒടുവിൽ പറഞ്ഞു, എത്ര മനോഹരമായാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്പം പോലും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ അതിമനോഹരം. എത്ര കഴിവുണ്ടായാലും ഈ ഒരു കാര്യം മാത്രം അങ്ങോട്ട് ശരിയായില്ലല്ലോ. ഇത് കേട്ടതും മനുഷ്യൻ കൂട്ടത്തിൽ നിന്ന് ചാടി പുറത്തേക്ക്. എന്നിട്ട് ദേഷ്യത്തോടെ ചോദിച്ചു, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്റെ ക്രിയേഷൻ അങ്ങനെ ഒരു തെറ്റും വരാത്ത വിധത്തിലാണ്. ഇത് കണ്ടതും യമദേവൻ കയർ അവന്റെ കഴുത്തിലിട്ടു. എന്നിട്ട് പറഞ്ഞു, നീ എത്ര വളർന്നാലും നിനക്ക് ഒന്നുമല്ലാതാവാൻ നിന്റെ ഈ ചെറിയ അഹങ്കാരം മാത്രം മതി.